ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചീസി ബണ്ണാണ്. ഓവൺ യൂസ് ചെയ്യാതെയാണ് ബണ്ണ് ഉണ്ടാക്കുന്നത്. ഡോ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 3 കപ്പ് മൈദ, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 2 ടീസ്പൂൺ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1.5 ടീസ്പൂൺ, മെൽറ്റഡ് ബട്ടർ 4 ടേബിൾ സ്പൂൺ, കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ചൂടുള്ള പാല്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതുകൊണ്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളെടുക്കുന്നത് സാധാരണ പാലാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ യൂസ് ചെയ്യണം. നല്ലപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ തടവി കൊടുത്ത് ഒരു 2 മണിക്കൂർ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് 4 പച്ചമുളക്, 3 ചെറിയ കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, 3 മീഡിയം സൈസിലുള്ള സവാള, ഇതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പാൻ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം.
ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഡോ ഡബിൾ സൈസിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് ബട്ടർ തടവി കൊടുത്തതിന് ശേഷം ഉരുളകളാക്കി എടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മൊസറല്ല ചീസ് കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിൻ്റെ ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം. കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ബട്ടർ തടവി കൊടുക്കണം. എഗ്ഗ് വാഷ് ചെയ്യാനുള്ള മുട്ട കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ടിന്നിലേക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. എഗ്ഗ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് എള്ളുകൂടെ വിതറി കൊടുക്കാം. ഈ പാത്രത്തിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത്. ഒരു റിങ് കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ടിന്ന് ഇറക്കി വെക്കുന്നത്. ഇതിനി ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ കൂടെ തടവി കൊടുത്ത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.